പഞ്ചാബ് മണ്ഡീൽസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദില്ലിയിലാണ്. ദില്ലിയിൽ നിന്ന് നമ്മൾ ഇനി പഞ്ചാബിലേക്ക് കടക്കാൻ പോവാണ്. പട്ടാൻകോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദില്ലിയിൽ നിന്നും പട്ടാൻകോട്ടിലേക്ക് പോകുന്നത് ദൗളാദർ എക്സ്പ്രസിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഇന്ന് രാത്രി 11:20 കയറിയിട്ട് നാളെ രാവിലെ 8 മണിക്ക് ഈ വണ്ടി പട്ടാൻകോട്ട് എത്തും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഡൽഹി ജംഗ്ഷനിലാണ്. പക്ഷേ വണ്ടി ഇവിടെ നിന്നല്ല പുറപ്പെടുന്നത്. വണ്ടി ഡൽഹി സരായ് രോഹില്ല സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ട്രെയിനിൻ്റെ പടം എടുക്കാൻ വേണ്ടി വന്നതാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ നീല കോച്ചുകളുണ്ടോ, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ചറിൻ്റെ ഏതോ ഒരു വണ്ടിയാണ്. ഇത് അജ്മീർ വിരംഗം അല്ലല്ല കിഷൻഗഞ്ച് അജ്മീർ എക്സ്പ്രസ് ആണിത്. നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ച് റെയിൽവേയുടെ കോച്ചാണ് കേട്ടോ. അതിന് കണ്ടോ നല്ല ബ്ലൂ പെയിൻറ്റ്, പുത്തനായിട്ട് അടിച്ച ബ്ലൂ പെയിൻറ്റ് കൊള്ളാം. അതുകൊണ്ട് ആ കോച്ചിന് അതുപോലെ തന്നെ അപ്പുറത്തെ 2-3 കോച്ചിനും ഇതേപോലെ സെയിം ബ്ലൂ കളറാണ്. അത് കൊള്ളാം കേട്ടോ. ഇവർക്ക് ഇപ്പോഴും ഇത് കളർ മതിയായിരുന്നു, എന്തിനാണ് ഈ മഞ്ഞയാക്കിയതെന്നാ. നമുക്ക് ഡൽഹിയിൽ നിന്ന് പട്ടാൻകോട്ട് പോകാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് ഈ ഡൽഹി സരായ് രോഹില്ലിൽ നിന്ന് പട്ടാൻകോട്ട് വന്നൊരു ഓവർനൈറ്റ് വണ്ടിയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മളിനി സരായ് രോഹില്ലിൽ പോകാൻ പോവാണ്. ഇവിടെ ഞാൻ ചുമ്മാ വന്നതാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ വണ്ടി പിക്കെടുക്കാൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു ലോക്കോ കിട്ടി. ആ ലോക്കോടെ പടം ഞാൻ കാണിക്കാം. അത് തന്നെ അവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിൻ്റെ മടക്കി ഞാൻ എടുത്തതാണ്. ആ ലോക്കോ തുഗ്ലക്കാബാദ് ഷെഡിൻ്റെ ഒരു സ്പെഷ്യൽ ലിവറി അടിച്ചൊരു സാധനമായിരുന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന് റിവാഡിക്ക് വന്നൊരു പാസഞ്ചർ ട്രെയിനാണേ. അതിന് കയറി നമുക്ക് സരായ് രോഹില്ലിൽ പോവാം. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടത്തെ SLRൽ വന്നിരുന്നേ. ഇവിടെ എനിക്കൊരു എമർജൻസി എക്സിറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി സരായ് രോഹില്ലിലേക്ക് പോകണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. 10-15 മിനിറ്റ് എടുക്കും പോകാൻ വേണ്ടിയിട്ട്. കാരണം കുറേ ലൈനൊക്കെ സ്വിച്ച് ചെയ്തൊക്കെയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ വന്ന വണ്ടി എന്ന് പറയുന്നത് രാവിലെ ശ്രീഗംഗാനഗറിൽ വിട്ട ഓൾഡ് ഡൽഹി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇവർ ഈ വണ്ടി ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്കോ വേറെ ലോക്കോ തന്നെ അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ആ ലോക്കോ വന്നിട്ട് ലോക്കോ ഒഴിപ്പിച്ചിട്ട് 4:10 വണ്ടി എടുക്കേണ്ടത്. ഇപ്പോൾ 4:10 കഴിഞ്ഞു. അപ്പോൾ ഇനി ഡൽഹി റിവാഡി പാസഞ്ചറായിട്ട് റിവാഡിക്ക് പോവാം. ഞാൻ ഈ വണ്ടി കയറാൻ മെയിൻ കാര്യം നമുക്ക് കുറേ വണ്ടികൾ കിട്ടുമായിരിക്കും. ഇതേപോലെ പോകുന്ന വഴിക്ക് കുറേ വണ്ടികളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടോ, ഗാസിയാബാദിൻ്റെ ഒരു WP സാങ് കണ്ടോ, സൈഡിൽ പീസ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് വണ്ടിയാ? ഇന്റർസിറ്റി എക്സ്പ്രസ്സോ? അമൃത്സർ ന്യൂഡൽഹിയോ? എനിക്ക് ഈ വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏത് വണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. അമൃത്സർ ന്യൂഡൽഹി ജലന്ധർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ന്യൂഡൽഹിക്ക് പോകുന്ന വണ്ടി എന്താ ഇതിലേ പോകുന്നതെന്ന് ആർക്കറിയാം. ന്യൂഡൽഹി അങ്ങനെ അപ്പുറത്തുകൂടെ അങ്ങനെ പോകുന്നത്. ന്യൂഡൽഹി എന്താണോ എന്തോ. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ഇതേപോലെ WG9 കൊണ്ട് അതിൻ്റെ ലഗേജ് കമ്പാർട്ട്മെന്റിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് നോക്കി യോയോ കാണിക്കാം. യോയോ ഇതൊക്കെ ഇങ്ങോട്ട് പോകുന്ന വണ്ടിയാണത്. ആ ദില്ലി കൽക്ക എക്സ്പ്രസ് ആട്ടോ. ദില്ലിയിൽ നിന്ന് കൽക്ക പോകുന്നൊരു നോർമൽ എക്സ്പ്രസ് ട്രെയിനാണ്, അൺറിസർവ്ഡ് ട്രെയിനാണ് കേട്ടോ. അതാണ് ഈ പോകുന്നത്. നമ്മുടെ പാസഞ്ചർ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇത് സരായ് രോഹില്ലിൽ പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഉറപ്പിച്ചിട്ടൊന്നല്ല കയറിയത്. എൻ്റെ ബോർഡും പിന്നെ പറയുന്ന കേട്ടൊക്കെയാണ് കയറിയത്. ഞാൻ നോക്കിയൊന്നുമില്ല, കയറിയതാ. എവിടെയെങ്കിലും എത്തുമല്ലോ എന്തായാലും. സരായ് രോഹില്ലിൽ പോവായിരിക്കും. ഈ റിവാഡി പോകുന്ന പാസഞ്ചറാണ് പറയുന്നത് കേട്ടെ. അനൗൺസ്മെന്റ് ഒന്നും കേട്ടില്ല. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിന്റെ പേര് ഡഫറിൻ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പാലത്തിന്റെ പേര്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാം. ഇതിന്റെ മുകളിൽ കൂടെ റോഡാണ് പോകുന്നത്. ഡഫറിൻ ബ്രിഡ്ജ്. ഇഷ്ടം പോലെ കുറെ ലൈനും അതും ഇതൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ. ചാറമറ ലൈനാണ്. തുഗ്ലക്കാബാദ് ഷെഡിന്റെ ഒരു പഴയ ഒരു ആൽക്കോ കണ്ടോ. ആ ആൽക്കോടെ പെയിന്റ് ചെയ്യാൻ എന്ത് ഭംഗിയുണ്ട് കാണാനല്ലേ ഗൈസ്. ഇവിടെ നാഗ്പൂർ മാത്രമല്ല, ഇവിടെ ഉണ്ട് ഡയമണ്ട് ക്രോസിങ്. ഇത് കണ്ട ഒരു ട്രാക്കിയുടെ നടക്കോടെ വേറെ ട്രാക്ക് പോകുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് ആർക്കും അറിയത്തില്ല ഈ കാര്യം. ഇത് കൊള്ളാലോ പരിപാടി ഗൈസ്. അത് കൊള്ളാം. ഡയമണ്ട് ക്രോസിങ് അറ്റ് ഡൽഹി. ഇവിടെ എവിടെ നോക്കിയാൽ ഈ ഗുഡ്സ് ലോക്കോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. അല്ല പുതുപുത്തൻ ബൈക്കാണല്ലോ ഇത്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇവർ ഈ പ്രൈമറി ഓവർഹോളൊക്കെ ചെയ്യുമല്ലോ കോച്ചുകളൊക്കെ. അതായത് കോച്ചിന് ഇത്ര ടൈം പീരീഡ് കഴിയുമ്പോൾ മെയിൻ്റനൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് കഴിഞ്ഞ് പെയിൻ അടിച്ച് കുട്ടപ്പനാക്കി ഏതോ ഒരു റേക്ക് ഇവരെങ്ങോട്ടോ കൊണ്ടുപോകും കേട്ടോ. ആ റേക്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ റേക്കിൻ്റെ പേരുണ്ട് NRKM 40 എന്നൊക്കെ പറഞ്ഞ് എന്തോ എഴുതിയിട്ടുണ്ട്. എന്നാൽ റേക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും മാർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അത് അവർ പ്രൈമറി ഓവർഹോളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവുക. ഇതാണ് നമ്മൾ രാത്രി പോകുന്ന വണ്ടി. വേണ്ട ഡൽഹി സരായ് രോഹില്ല പട്ടാൻകോട്ട് ദൗളാദർ എക്സ്പ്രസ്. ഇതേ കിടക്കുന്നത് വേണ്ട.
അപ്പൊ ഈ വണ്ടിയിലാണ് നമ്മൾ രാത്രി പോകുന്നത്. നമ്മുടെ കോച്ച് ഇതാ HA1 കേട്ട്. ഇതിൽ AB1 എന്നൊരു കോച്ചുണ്ട്, അതായത് AC 2 ടയർ കം 3 ടയർ. അതൊക്കെ എന്തോ ഞാൻ രാത്രി വണ്ടി കയറിയിട്ട് കാണിച്ചു തരാം. അണ്ണാ ഇതാണ് നമ്മൾ രാത്രി പോകുന്ന വണ്ടി. രാത്രി നമ്മൾ പട്ടാൻകോട്ടിലേക്ക് പോകുന്ന ദൗളാദർ എക്സ്പ്രസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. നെയ് ദില്ലി പ്രയാഗ്രാജ് എക്സ്പ്രസിന്റെ റേക്ക് പോകുന്നു. അമ്മേ, ഈ വണ്ടിയിലൊക്കെ കയറാനുള്ള ആൾക്കാരെ തിരക്ക് എന്തായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നോക്കി. പ്രയാഗ്രാജിലേക്ക് പോകുന്ന വണ്ടി ഇത് ഡൽഹിയിലേക്ക് അതിന്റെ റേക്ക് കൊണ്ടുപോകട്ടെ. ഇവിടുന്ന് നമ്മളങ്ങനെ ദില്ലി സരായ് രോഹിൽ എത്തി. ഇതാണ് ദില്ലി സരായ് രോഹിലെ സ്റ്റേഷൻ. നമ്മളങ്ങനെ സരൈരോയിലെത്തി. ഇപ്പൊ നിങ്ങൾ 2 ലോക്കോ കണ്ടില്ലേ? ആ 2 ലോക്കോ എന്നെ അടിപൊളി ലോക്കോ അല്ലേ? അത് തുഗ്ലക്കാബാദ് ഷെഡിന്റെ WDP 4B ലോക്കോസ് ആണ്. അത് അവർ പെയർ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഞാൻ പറയാം, അതിനെപ്പറ്റി എന്തോ സംഭവം ഞാൻ പറയാം. നല്ല ക്ലാസ് ടീം അല്ലേ? ഇറങ്ങിയിട്ട് ഞാൻ പറയാം. ഇവർ ഈ തുഗ്ലക്കാബാദ് ഷെഡുകാരെ ഇതേപോലെ ഓരോ ഈ നമുക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുള്ള ഓരോ പട്ടാളക്കാർക്ക് വേണ്ടി അവരുടെ പേരിൽ ഓരോ ലോക്കോസ് ഇറക്കിയിട്ടുണ്ട്. അറിയാം, അതായത് എക്സിസ്റ്റിംഗ് ലോക്കോസ് തന്നെ അവരുടെ പേരിൽ ആ ലോക്കോയുടെ സൈഡിൽ കണ്ട കേണൽ സന്തോഷ് ബാബു, ലാൻസ് നായക്, പ്രവീൺ ശർമ്മ എന്നൊക്കെ പറഞ്ഞ പേര് കണ്ടില്ലേ? അപ്പോൾ അത് അവരുടെ പേരിൽ അവരോടുള്ള ബഹുമാന സൂചകമായിട്ട് അവരുടെ പേരിൽ ആ ലോക്കോ അവർ ഡിസൈൻ ചെയ്തിരിക്കുക. അതിൻ്റെ ഒരു സ്പെഷ്യൽ ലിവറിയും പേരൊക്കെ കൊടുത്തിട്ട് എന്താ അല്ലേ? എന്തോ അടിപൊളി ലോക്കോസ് അല്ലേ ഇവിടെയൊക്കെ. നമ്മുടെ അവിടെ ഒന്നും ഒരു ഗുണവും ഇല്ല. പക്ഷെ ഇവിടെ അവർ ഡീസൽ ലോക്കോസ് ആണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഈ സ്റ്റേഷന്റെ ബാക്കിൽ കുറെ വലിയ ഫ്ലാറ്റുകളുണ്ട്. എന്തോ വലിപ്പം വന്നേക്ക് ഒരു ഡബിൾ ഡെക്കർ എക്സ്പ്രസ് കിടക്കുന്നുണ്ടോ? ഇതിവിടെ നിന്ന് ഡൽഹി സരായ് രോഹിലേന്ന് ജയ്പൂരിലേക്ക് പോകുന്ന ഡബിൾ ഡെക്കറാണ്. ഇവർ ആ ഡബിൾ ഡെക്കർ പിന്നെയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആ ഒറിജിനൽ കളർ അടിച്ചിട്ട്. പക്ഷെ ചെന്നൈ ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്നത് ഭയങ്കര ശോകമാണ്. ഈ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് നല്ല കോച്ചുകളാണ് കേട്ടോ. ഇതിലൊന്ന് കയറണം ഒരു ദിവസം. ഇതിന്റെ ലോക്കോ ഉണ്ടോ? WP5 ആണ് ഗാസിയാബാദിന്റെ. ഈ ദില്ലി സരായ് രോഹില്ല സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1. എനിക്ക് ഇത് ഈ ഡൽഹിയിലെ തന്നെ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും മോശം ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷനാണ്. അത്ര വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഈ സ്റ്റേഷന് മെയിൻ എൻട്രൻസ് ആയി. ഇവിടെ നിന്ന് കുറേ വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സ്റ്റേഷനാണ്. പക്ഷേ ഈ സ്റ്റേഷൻ്റെ കെട്ടിടം ഭയങ്കര ശോകം കേട്ടോ. ഈ സ്ഥലമൊക്കെ പണ്ട് ഈ ഡൽഹിയിലെ ചേരി ഏരിയൊക്കെ ആയിരുന്നു, ഫുള്ള് സ്ലംസ് ആയിരുന്നു. ആ സ്ലംസൊക്കെ ഇതാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ പണിതതെന്നാണ് എനിക്ക് അറിയാവുന്നൊരു വിവരം. അപ്പോൾ ഇതിന് ഈ സ്റ്റേഷൻ അങ്ങോട്ട്, അതായത് ടുവാർഡ്സ് ഓൾഡ് ഡൽഹി പോകുമ്പോൾ ട്രാക്കിൻ്റെ 2 സൈഡിൽ ഇതുപോലെ ചേരി കാണാൻ പറ്റും നമുക്ക്. ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ രാജധാനിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ അത്യാവശ്യം നെറ്റ് ഉണ്ട്, എന്നാലും 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് സമയമുണ്ടല്ലോ, ഇനി രാത്രി 11:30 വണ്ടിയുള്ളത്. ഇത് ഡൽഹിക്ക് അടുത്തുള്ള തിലക് ബ്രിഡ്ജ് എന്ന സ്റ്റേഷൻ. അവിടെ നിന്ന് സിർസാൻ എന്ന സ്റ്റേഷൻ ഉണ്ട് ഹരിയാനയിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന തിലക് ബ്രിഡ്ജ് സിർസ എക്സ്പ്രസ് ആണ് ഇത് കേട്ടോ. ഇത് ഫുള്ള് ഈ ജനറൽ കോച്ച് മാത്രമുള്ള വണ്ടിയാണ്. ഇവിടെ അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. അതിൻ്റെ ലോക്കോ ഒരു ഗാസിയാബാദിൻ്റെ WP7 ആണ്. ഗൈസ്, ഈ വണ്ടി ഏതാണെന്നറിയാവോ? ഇത് നമ്മുടെ യശ്വന്ത്പൂർ കൊച്ചിയുടെ AC സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റേക്ക് ഇവർ ഷണ്ട് ചെയ്ത് കുറച്ച് രാത്രിയിൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. അതായത് ഈ വണ്ടി ഡൽഹി സരായ് രോഹിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് ദുരന്തമായിട്ട് പോകും. എന്നിട്ട് ഈ വണ്ടിയാണ് യശ്വന്ത്പൂരിൽ നിന്ന് കൊച്ചുവേടിക്ക് AC സൂപ്പർ ഫാസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റേക്കാണ് ഈ വന്ന് ഇവർ ഷണ്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആ വണ്ടിയുടെ നെയിം ബോർഡ് കണ്ടോ, ഡൽഹി സരായ് രോഹില്ല യശ്വന്ത്പൂർ കൊച്ചുവേളി. ഇത് ദുരന്തമല്ലേ? ഇത് ജെറ്റ് പോലെ വണ്ടി പോണേ. ഇതിന് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണെന്ന് അറിയാം. ഇവിടെ നിന്ന് ഝാൻസി, ഭോപ്പാല്, നാഗ്പൂർ, ബല്ലർഷ, സെക്കന്ദരാബാദ്, ഗുണ്ടക്കൽ, ഇത്രേ സ്റ്റോപ്പേ ഉള്ളൂ ഡൽഹി ബാംഗ്ലൂർ പോലെ. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ വണ്ടി വിടുന്നത് രാത്രി 10:10 എന്നിട്ട് മറ്റന്നാൾ രാവിലെ 8:20 ഇത് യശ്വന്ത്പൂർ എത്തും. അഹമ്മദാബാദിലെ സബർമതിയിലേക്ക് പോകുന്ന സ്വർണ്ണജയന്തി രാജധാനിയാണ് ഈ പോകുന്നത്. വേറൊരു രസകരമായ കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ സരായ് രോഹില്ല യശ്വന്ത്പൂർ വരുന്നുണ്ടല്ലോ, ഈ ഒരു ട്രെയിനാണ് നിസാമുദ്ദീനും ന്യൂഡൽഹി സ്റ്റേഷൻ നിർത്താതെ പോകുന്ന ഏക ട്രെയിൻ. അതായത് ന്യൂഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻസ് നിർത്താതെ സ്കിപ്പ് അടിച്ച് പോകുന്ന ആകെ ഒറ്റ വണ്ടികളാണ്, അത് ഈ വണ്ടിയാണ്. ഇവിടെ ഒരു വണ്ടി വരുന്നത് കണ്ടോ? നമ്മൾ ഈ വണ്ടിക്ക് പോയിട്ടുണ്ട്. എവിടാന്നറിയോ? നമ്മൾ ഉദംപൂര് പോയ ഓർക്കുന്നുണ്ടോ? ഉദംപൂര് പോയ ഈ വണ്ടിക്കാ നമ്മളന്ന് കശ്മീർ ട്രിപ്പ് നടത്തിയ ഓർമ്മയില്ലേ? അപ്പം
അപ്പോൾ ആ കശ്മീർ ട്രിപ്പിൽ നമ്മൾ ഈ ഡൽഹി സരൈ രോഗിൽ ഉധംപൂറിലേക്ക് ഒരു വണ്ടിക്ക് പോയിരുന്നു. ആ AC സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഇതായിട്ട് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇത് ഏതാ വണ്ടി അറിയാമോ? ഇത് നമ്മുടെ റാണിക്കേത്ത് എക്സ്പ്രസ്. നമ്മൾ അന്ന് ഒരു തവണ പോയ ഓർമ്മയില്ലേ, ജയ്സൽമീർന്ന് കത്കോഡാമിലേക്ക് പോകുന്നൊരു വണ്ടി. ആ വണ്ടിയാണ് ഇത് കണ്ടോ. നമ്മൾ ഈ 2 ടയറിലാണ് യാത്ര ചെയ്തത്, ഓർമ്മയില്ല? നമ്മളൊന്ന് ഉത്തരാഖണ്ഡ് ട്രിപ്പ് നടത്തിയപ്പോൾ അത് ഈ വണ്ടിയിൽ നമ്മൾ കയറി. 2-3 വണ്ടിയുണ്ട് ഇവിടെ. ഈ വണ്ടിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്, ഈ വണ്ടിയിലും കയറിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു ബിക്കാനീർ വണ്ടി ഉണ്ട്, അതിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് ബിക്കാനീർ പോകുന്നൊരു എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ ലോക്കോ ഒരു WDP-40 ലോക്കോ, ഡീസൽ ലോക്കോ ആണ്. നമ്മുടെ ധോളാദർ എക്സ്പ്രസ് ഇതാണ്ട് ഈ കിടക്കുന്ന ബിക്കാനീർ സൂപ്പർ ഫാസ്റ്റ് പോയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തേ. ഇത് 10:45 പോകും. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത് 11:20 ഇത് 10:45 പോകും. അപ്പോൾ ഇത് പോയിട്ട് അത് എടുത്തുകൊണ്ട് വരും. പ്ലാറ്റ്ഫോം അങ്ങനെ അനൗൺസ് ചെയ്ത്. നമ്മൾ പോകുന്ന ധൗളാദർ എക്സ്പ്രസ് ആണ് വന്നിട്ടുണ്ട്. അവരുടെ റേക്ക് എടുത്തുകൊണ്ട് വരുവാണ്. ഈ ലോക്കോവിനായിരിക്കും മിക്കവാറും നമുക്ക് പട്ടാൻകോട്ട് വരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ധൗളാദർ എക്സ്പ്രസ്. തുഗ്ലക്കാബാദ് ഷെഡിന് ഒരു WP-4 ലോക്കോ ആണ് കേട്ടോ നമ്മളെ പട്ടാൻകോട്ട് വരെ എത്തിക്കുന്നത്. സാധാരണ നമ്മൾ WP-4 ഈ അതിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, മുകളിലല്ല കണ്ടല്ലോ. പക്ഷേ ഈ ലോക്കോയൊക്കെ ഉണ്ടോ നടുക്ക ലൈറ്റുള്ള, അങ്ങനത്തെ ചില ലോക്കോസ് ഉണ്ട് കേട്ടോ. അതായത് നടുക്ക് ലൈറ്റുള്ള WP-4 ലോക്കോസും ഉണ്ട്. അപ്പം അതിന് മിഡ് വേസ്റ്റ് ഹെഡ് ലാംപ്സ്, ബിറ്റ് മൗണ്ട് ഹെഡ് ലാംപ്സ് എന്നൊക്കെ പറയും. ഇത് LSP വണ്ടിയൊന്നുമല്ല, ICF വണ്ടിയാണേ. ഇത് ആകെ ഒറ്റ റേക്കേ ഉള്ള വണ്ടിക്ക്. അതായത് ആഴ്ചയിൽ 3 ദിവസം മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് പട്ടാൻകോട്ടിലേക്ക്. ഒരു ഓവർനൈറ്റ് പയ്യെ പോകുന്നൊരു വണ്ടിയാണ്. ഇത് രാവിലെ 8 മണിക്ക് ഇത് പട്ടാൻകോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ഇതിന് ഫ്രണ്ടിലെല്ലാം സ്ലീപ്പർ കോച്ചാണ്. നമ്മൾ പോകുന്ന ഇതിൻ്റെ H7 കോച്ചിൽ സെക്കൻഡ് AC-യിലാണ്. ഇതിന് 2 ടൈപ്പ് കോച്ചുണ്ട്. ഒന്ന് ഫസ്റ്റ് AC കം സെക്കൻഡ് AC-യും പിന്നെ തേർഡ് AC കം സെക്കൻഡ് AC കോച്ചും ഉണ്ട്. അതങ്ങനെ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്, അത് കാണിച്ചു തരാം. ഇത് സ്ലീപ്പർ കോച്ച് കൂടുതലുള്ള വണ്ടിയാണ്. 9 സ്ലീപ്പർ കോച്ച് ഉണ്ട് ഇതിന്. ഇതാണ് AC 2 ടയർ കം AC 3 ടയർ കോച്ച് കേട്ടോ. നോക്കി, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കോച്ചിനകത്ത് കയറുന്നത്. നമ്മുടെ സീറ്റ് ഇവിടെ അല്ല, നമ്മുടെ സീറ്റ് അപ്പുറത്താണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ നോക്കാം. അതിനകത്ത് ഭയങ്കര തിരക്കാണ്, ഭയങ്കര കൺജഷനാണ്. നമുക്ക് രാവിലെ വരാം, ഭയങ്കര തിരക്കാണ് അതിനകത്ത്. ആൾക്കാർ ലഗേജ് ഇരിക്കുന്നതൊക്കെ ചെറിയൊരു ഭയങ്കര കൺജസ്റ്റഡ് അതിനകത്ത്. നമുക്ക് രാവിലെ ആൾക്കാരൊക്കെ കുറയുമ്പോൾ ഇറങ്ങാറാകുമ്പോൾ വരാം. എൻ്റെ സീറ്റ് ഈ കോച്ചിലുണ്ടോ, H1-ൽ. അതായത് ഫസ്റ്റ് AC കം AC 2 ടയർ. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം സെക്കൻഡ് AC-യും പകുതി ഭാഗം ഫസ്റ്റ് AC-യാണ്. 2004 മേഡ് ഒരു നോർത്ത് ഇന്ത്യയുടെ കോച്ചാണ്. അപ്പോൾ നമ്മുടെ ബെർത്ത് സൈഡ് ലോവർ 19 പോയി നോക്കട്ടെ. എൻ്റെ സൈഡ് ലോവർ അല്ല കേട്ടോ, ഇവിടുത്തെ ഈ ലോവർ ബെർത്താ. പക്ഷേ ആപ്പിൽ സൈഡ് ലോവറാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ലോവർ ബെർത്ത് കേട്ടോ. നോക്കി, ഇവിടെ മാത്രം ഇൻഡിവിജ്വലായിട്ടൊരു ലോവർ ബെർത്ത് കണ്ടോ. ഇവിടെയാണ് എൻ്റെ ബെർത്ത്. ഇത് പഴയൊരു ഭയങ്കര മോശം ഒരു കോച്ചാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബെർത്ത്, ലോവർ ബെർത്ത്. എൻ്റെ ആപ്പിലും ടിക്കിലുള്ള സൈഡ് ലോവറിനാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് ലോവർ ബെർത്താണ്, ഇത് അപ്പർ ബെർത്ത്. ഇതിൻ്റെ ഫസ്റ്റ് AC പോർഷൻ ഇട്ടാട്ടോ. അതായത് എനിക്ക് തോന്നുന്നു 2 ക്യാബിനും ഒരു കൂപ്പയാണെന്ന് തോന്നുന്നു. കോച്ചൊക്കെ ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര പോർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കോച്ചാണ് കേട്ടോ, ഭയങ്കര മോശം. പക്ഷെ ഞാൻ ഈ ഇരിക്കുന്നിടത്തെ കപ്പിൾസിനൊക്കെ കേട്ടോ വല്ല പ്രൈവസിയാണ്. കാരണം 2 കൂപ്പേ പോലെ ഇതിങ്ങനെ മറച്ചിട്ടാലേ ഭയങ്കര പ്രൈവസിയാണ്. ഇത് ശരിക്കും നല്ല പ്രൈവസിയാണ് കേട്ടോ. ഇത് പഴയ കോൺഫിഗറേഷൻ ഉള്ള ഒരു AC കോച്ചാണ്. കൊള്ളാം കേട്ടോ. മെയിൻ്റനൻസ് കുറച്ച് ശോകമാണെന്നുള്ളൂ. ഈ ഒരു സീറ്റിംഗ് ഒക്കെ കൊള്ളാം, ഒരു പ്രൈവസി, പഴയൊരു ക്ലാസിക് ഫീല്. നമ്മുടെ ധൗളാദർ എക്സ്പ്രസ് അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. 11:20 തന്നെ നമ്മൾ ഡൽഹി സരൈ രാവിലെ നിന്ന് പുറപ്പെട്ടു. ഈ രാത്രി ഓവർനൈറ്റ് ഓടുന്ന വണ്ടിയില്ലേ, കുറേ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ മലബാർ എക്സ്പ്രസ് പോലത്തെ എല്ലാവർക്കും നിർത്തി പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി ഞാൻ കിടക്കട്ടെ. 11:30 രാവിലെ നമ്മൾ 8 മണിക്ക് പട്ടാൻകോട്ട് എത്തും. രാവിലെ കാണാം. ഇനിയൊന്നും കാണാനൊന്നുമില്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് ഇറങ്ങാൻ പറ്റിയ കേട്ടോ. ഈ ICF കോച്ച് ആകുമ്പോൾ പുറത്തൊന്നും അധികം വെട്ടം അടിക്കത്തില്ല. ഇവിടെ നേരം വെളുക്കാൻ വേണ്ടി ഭയങ്കര താമസം തോന്നുന്നു കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയായി. നേരം ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ദസൂയാൻ എന്നൊരു സ്ഥലം എത്താറായിട്ടുണ്ടേ. നമ്മൾ കുറച്ചുകൂടെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ പട്ടാൻകോട്ട് എത്തും. നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും നമ്മൾ ജമ്മു പോകുന്ന ഹൈവേ എന്തോന്ന് അപ്പുറത്ത് കാണുന്നത്. നമ്മുടെ ധൗളാദർ എക്സ്പ്രസ് ഇപ്പോൾ ദസൂയാൻ എന്നൊരു സ്ഥലം കണ്ടെത്തി കേട്ടോ. ഇനിയിപ്പോൾ മുക്കേരിയ, അത് പിന്നെ പട്ടാൻകോട്ട്. നല്ല വീട്ടിൽ തണുപ്പാണ് ഇവിടെ. 13 ഡിഗ്രി ഉണ്ട് തണുപ്പ് കേട്ടോ. എല്ലാം മഞ്ഞൊക്കെ ഉണ്ട്, കൊള്ളാം. നമ്മൾ ജമ്മു പോകുന്ന റൂട്ടാണിത് കേട്ടോ. നമ്മുടെ ഹിംസാഗറൊക്കെ ഖത്ര പോകുന്ന ആ ഒരു മെയിൻ ലൈനാണിത്. നമ്മൾ പഞ്ചാബിലെത്തിയടാ. നമ്മുടെ പഞ്ചാബ് എന്ന ദിവസം അങ്ങനെ പഞ്ചാബിലെത്തി. അപ്പോൾ ഇത് പഞ്ചാബിലെ ദസൂയാൻ എന്നൊരു സ്റ്റേഷനാണിത്. നമ്മുടെ കോച്ചിൻ്റെ പടുതി കണ്ടോ, ദൈവമേ,
ഫുള്ള് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ധൗളാധർ എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. അപ്പൊ ഈ വണ്ടിയുടെ പേരിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഈ ധൗളാധർ എന്ന് വെച്ചാൽ ഹിമാലയത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു കൂട്ടം മലനിരകളാണ് ധൗളാധർ മൗണ്ടൻസ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ പോകുന്ന പട്ടാൻകോട്ടിനടുത്ത് കങ്ക്ര ഭാഗത്ത്, ആ ഭാഗത്തൊക്കെയുള്ള കുറേ മഞ്ഞ് മലകൾ, ഹിമാലയത്തിന്റെ ഭാഗമാണ് ഈ ഒരു ധൗളാധർ മൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പട്ടാൻകോട്ടൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു മെയിൻ പോയിന്റാണ്. അതാണ് ഈ ട്രെയിനിന് ധൗളാധർ എക്സ്പ്രസ് എന്ന് പേര് വന്നത്. ഡെമോ ഉണ്ട്, ഡെമോ ഇങ്ങോട്ടൊക്കെ പോകുന്ന ഡെമോ. അത് ധൗളാധർ എക്സ്പ്രസ് വന്ന വഴി ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. നമ്മൾ വന്ന വഴി റോഹ്തക്ക്, ജലന്ധർ, ലുധിയാന വഴിയാണ് വന്നത്. ഈ ജലന്ധർ ലുധിയാനൊക്കെ നമ്മൾ പോകുന്നുണ്ട്, പഞ്ചാബിൽ തന്നെയാണത്. നമ്മൾ കംഗ്രാവല്ലി റെയിൽവേക്ക് പോയിട്ട് വന്നിട്ട് അമൃത്സറൊക്കെ പോയിട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളങ്ങനെ മുക്കേരിയൻ എത്താറ്, അതായത് നമ്മുടെ വണ്ടിയുടെ പട്ടാൻകോട്ട് എത്തുന്നതിന് മുമ്പ് ലാസ്റ്റ് സ്റ്റോപ്പാണ് മുക്കേരിയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതേ പിന്നെ പട്ടാൻകോട്ടാണ്. പട്ടാൻകോട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 43 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കുറെ പേരൊക്കെ ഇറങ്ങി കേട്ടോ ഈ മുക്കേരിയൻ സ്റ്റേഷനില്. നമ്മുടെ കോച്ചിന്റെ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇത് മൊത്തം പൊട്ടിപ്പൊടിഞ്ഞിരിക്കും. ഇതുകൊണ്ടോ ഇളകി, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ഭാഗ്യം ഇങ്ങനെ എത്തിയത്. മെയിൽ എക്സ്പ്രസ് ഡിവിഷൻ, ഡൽഹി ഡിവിഷന്റെ ആണ് ഈ കോച്ച്. എൻ്റെ ദൈവം എന്തോ കോച്ചാണോ എന്തോ. പട്ടാൻകോട്ട് ശരിക്കും 2 സ്റ്റേഷനുണ്ട്. ഒന്ന് പട്ടാൻകോട്ട് കണ്ടോൺമെൻറ്റും പട്ടാൻകോട്ട് ജംഗ്ഷനും. അപ്പം നമ്മുടെ വണ്ടി പോകുന്ന ജംഗ്ഷനിലാണ്. ഇത് കണ്ടോൺമെൻറ്റ് വഴിയാണ് പോകുന്നത്, പക്ഷെ നിർത്തത്തൊന്നുമില്ല. കണ്ടോൺമെൻറ്റ് നിർത്തുന്നത് ഈ ജമ്മു പോകുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിലാണ് നമ്മുടെ വണ്ടി പോയി ടെർമിനേറ്റ് ചെയ്യുന്നത്. അതുമല്ല പട്ടാൻകോട്ട് കണ്ടോൺമെൻറ്റ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയ ജംഗ്ഷനാണ് ടൗണിനടുക്കുള്ള. ഇവിടെ ഒരു പാലം കണ്ടോ? അയ്യോ ഇതെന്തോ ഇത് ദൈവമേ, താഴെ കണ്ടോ? എന്നാൽ അതിലേക്കുള്ള താഴ്ച കണ്ടോ? ഷോ ഇത് കണ്ടിട്ട് പേടിയാവുന്നു എനിക്ക്. കുറെ സെറ്റപ്പ് പാലോ നീക്ക്. ചക്കി എന്നാണ് നദിയുടെ പേര്. നമ്മൾ കുറച്ച് പേര് ഹിമാചൽ പ്രദേശിലാണ്. നമ്മളിപ്പോൾ വീണ്ടും പഞ്ചാബിൽ കയറി. ഈ പട്ടാൻകോട്ടുള്ള ശരിക്കും ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ബോർഡറിലാണ്. നമ്മളിപ്പോൾ പട്ടാൻകോട്ട് കണ്ടോൺമെൻറ്റ് എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ട്രെയിൻ കുറച്ച് പയ്യാണ് പോകുന്നത്. അപ്പം ഇതാണ് പട്ടാൻകോട്ട് കണ്ടോൺമെൻറ്റ്, അതായത് നമ്മുടെ ഹിമസാഗറിനൊക്കെ സ്റ്റോപ്പുള്ള സ്റ്റേഷനാണ് കേട്ടോ. പട്ടാൻകോട്ട് ഛാവനി, പട്ടാൻകോട്ട് കണ്ടോൺമെൻറ്റ്. ഈ ജമ്മു ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളും തിരിച്ചു വരുന്ന വണ്ടികളും എല്ലാം ഇവിടെ നിർത്തത്തുള്ളൂ. പട്ടാൻകോട്ട് ജംഗ്ഷനിൽ പോകത്തില്ലേ, എല്ലാം ഈ കണ്ടോൺമെന്റിൽ മാത്രം നിർത്തത്തുള്ളൂ. ഇതൊരു വലിയൊരു വളവാണ്. ആ വളവ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് പട്ടാൻകോട്ട് ജംഗ്ഷനിലേക്കാണ്. ഇവിടുത്തെ ലൂപ്പ് സ്പീഡൊക്കെ ഭയങ്കര ശോകമായിട്ട്. ഇത് 5-10 നോക്കി എന്ത് പയ്യാതൊക്കെ. ഒരു ട്രാക്ക് മാറി കയറുന്നതൊക്കെ ഭയങ്കര പയ്യ കേട്ടോ. നമ്മൾ പട്ടാൻകോട്ട് സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പുറത്താണ് പ്ലാറ്റ്ഫോം. ചെറിയൊരു സ്റ്റേഷൻ ഒന്ന് കണ്ടിട്ട് അത് നോക്കാം വേണ്ടി. ഇവിടെ ഒരു ലുധിയാന ഷെഡിൻ്റെ ഒരു ആൽക്കോ കിടക്കുന്നുണ്ടോ. ആൽക്കോടെ മുന്നിൽ തന്നെ നമ്മുടെ കോച്ച് മുന്നേ കയറിയുണ്ടോ. ആൽക്കോ ഉള്ളതല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. ഇതാണ് ആ 2 ടയർ + 3 ടയർ കോച്ച്. AB1 എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പകുതി ഭാഗം ഇത് കണ്ടോ, ഇത് 3 ടയറാണ് ഈ ഭാഗം കേട്ടോ. ഈ ഒരു പകുതി ഭാഗം 3 ടയർ കോച്ചാണ്. ഇതിൻ്റെ ബാക്കി പകുതി കാണിച്ചു തരാം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഈ പാർട്ടീഷൻ കഴിഞ്ഞിട്ടാണ് 2 ടയർ തുടങ്ങുന്നതാണ്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കോച്ച്? അതിൻ്റെ ടയറല്ലേ കണ്ടിട്ടാവും, പക്ഷെ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര കുറവാട്ടോ. ഇങ്ങനെയാണ് ഈ കോച്ച് വരുന്നത്. അതായത് ഈ കോച്ചിൻ്റെ പകുതി ഭാഗം 2 ടയറും പകുതി ഭാഗം 3 ടയറും. നമ്മൾ നേരത്തെ കണ്ട HA1 പോലെ തന്നെ.
ഇതാണ് സംഭവം. ഫൈനലി നമ്മുടെ പഞ്ചാബിലെ പട്ടാൻകോട്ടിലെ കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, നമ്മുടെ പഞ്ചാബ് ബന്ദേഴ്സിൻ്റെ ഫസ്റ്റ് സ്ഥലമാണ് ഈ പട്ടാൻകോട്ടം എന്ന് പറയുന്നത്. യെസ്, നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തി. ഇവിടെ ഡൽഹിയിലേക്കാട്ടും നല്ല തണുപ്പാണ് ഇവിടെ. കാരണം ഇത് ജമ്മു കാശ്മീരിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടെ അല്ലേ ഹിമാചൽ പ്രദേശ്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ വലിയ വെയിലുമില്ല, ഒരു ക്ലൗഡി കാലാവസ്ഥയാണ്. മഴയൊക്കെ കാണിക്കുന്നുണ്ട് വെതറിൽ. അപ്പോൾ മഴയൊക്കെ പെയ്ത് തീർന്നു. ഈ തണുപ്പത്ത് മഴയും കൂടെ അയ്യോ പറയല്ല. ഇവിടെ ഒരു പീസ വെച്ചൊരു വണ്ടി കിടക്കുന്നുണ്ടോ. നമ്മൾ കംഗ്രാവാലി റെയിൽവേ ഒക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പട്ടാൻകോട്ട് നിന്ന് അമൃത്സറിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ട് രാവിലെ 8:15. ആ പാസഞ്ചറാണ് നമ്മൾ ആ വണ്ടിക്കാണ് കയറി അമൃത്സറിന് പോകുന്നത്. അപ്പോൾ അമൃത്സർ പോകുന്ന പാസഞ്ചറാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഒരു മറ്റന്നാളെ തോന്നുന്നു, മറ്റന്നാൾ നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യും അമൃത്സറിലേക്ക്. മറ്റന്നാളല്ല, അതിൻ്റെ അടുത്ത ദിവസം കേട്ടോ നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഈ സ്റ്റേഷൻ്റെ ലേഔട്ട് മൊത്തത്തിൽ ഭയങ്കര ഡിഫറൻ്റ് ആണ്. നമ്മൾ ഈ നിൽക്കുന്നതാണ് പ്ലാറ്റ്ഫോം 1, ഇത് പ്ലാറ്റ്ഫോം 2. ഈ സ്റ്റേഷൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ എൻഡ് ചെയ്യണം. ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ട്രാക്കില്ല കണ്ടോ. പക്ഷേ ഈ സ്റ്റേഷൻ ജംഗ്ഷനാണ്. കാരണം ഇവിടെ നിന്ന് 2 ലൈനും കൂടെ പോകുന്നു. ഒരെണ്ണം ജലന്ധറിലേക്കും ഒരെണ്ണം അമൃത്സറിലേക്കും, അങ്ങനെ പല ലൈൻസ് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേഷൻ ഇവിടെ എൻഡാണ്. അപ്പോൾ 1, 2 പ്ലാറ്റ്ഫോം നിങ്ങൾ കണ്ടല്ലേ. ഇത് 1, ഇത് 2. ഇനി 3, 4 എവിടെ നിന്നറിയോ? ഇതുണ്ട് അപ്പുറത്ത് കേട്ടോ. 3, 4 അവിടെ ഉണ്ട്. അവിടെയാണ് 3ാമത്തെ പ്ലാറ്റ്ഫോം. എനിക്ക് എന്ത് വെറൈറ്റി ഇതല്ലേ, അലൈൻമെൻ്റ് അല്ലേ. പട്ടാൻകോട്ട് ജംഗ്ഷൻ്റെ വലിയൊരു നെയിം ബോർഡ് ഉണ്ടോ. ഇതുണ്ടോ, ഡീസൽ ഷെഡ് പട്ടാൻകോട്ട് ഉണ്ടോ. എന്നിട്ട് ആ കംഗ്രാവാലി റെയിൽവേയിൽ ഓടുന്ന ഒരു ടോയ് ട്രെയിനിൻ്റെ ലോക്കോടെ പടം കണ്ടാവും. അതൊക്കെ എന്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, ഇപ്പോൾ പറയുന്നില്ല. അത് ആ കംഗ്രാവാലി റെയിൽവേയുടെ നിങ്ങൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഞാൻ പറയാം. ഇത് കണ്ടോ, സോമനാഥ് എക്സ്പ്രസ് ആണ് വണ്ടിയുടെ റേക്ക് കിടക്കുന്നത്. പക്ഷേ ഈ വണ്ടി വെരാവൽ ഗാന്ധിനഗർ, ഇത് ജമ്മു താവിക്ക് പോകുന്ന വണ്ടിയാണ്. ഇതെന്ത് ഇവിടെ വന്ന് കിടക്കണേ? എന്തേലും ജമ്മു താവി സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ ഇനി? നമ്മൾ സ്റ്റേഷൻ്റെ എൻട്രൻസിന് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 3. ഇവിടെ വന്ന പിന്നെ മിലിറ്ററി ട്രെയിനുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഈ 2 കോച്ചുണ്ടോ, ഇത് നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി മാത്രമുള്ള കോച്ചാണ്. ഇത് എവിടെ നിന്ന് വന്ന് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. മിലിറ്ററി ആൾക്കാർ മാത്രം ശ്രമിച്ചത്, അവർക്ക് വേണ്ടി മാത്രമുള്ള കോച്ചാണ്. അപ്പോൾ ഈ മിലിറ്ററി കോച്ചൊക്കെ ഇപ്പോൾ ചില വണ്ടിയുടെ കൂടെ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ മിലിറ്ററി കോച്ച് മാത്രം അല്ലെങ്കിൽ റേക്ക് മാത്രം ഇടയ്ക്ക് പോകും. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് മിലിറ്ററി ആൾക്കാർ, ആർമിയിലെ ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്ന കോച്ച്. അപ്പോൾ അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ട്രെയിനിൽ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കോച്ചിൽ മാത്രമേ അവർ സഞ്ചരിക്കത്തുള്ളൂ. കൊള്ളാമല്ലേ. അപ്പോൾ ഇതിൽ തന്നെ സ്ലീപ്പറും 2 ടയറൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ സ്ലീപ്പർ കോച്ചാണ് മിലിറ്ററിയുടെ. അത് AC 2 ടയറാണ് കേട്ടോ. ഇന്ത്യൻ ആർമി എന്നൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അടിപൊളി. എന്തായാലേ ഇന്ത്യൻ ആർമിയുടെ കോച്ച് കണ്ടോ. ഇന്ത്യൻ ആർമിയുടെ ലോഗോവും സംഭവങ്ങളെല്ലാം ഉണ്ടോ. AC 2 ടയർ. അപ്പോൾ ഇതാണ് പട്ടാൻകോട്ട് സ്റ്റേഷൻ്റെ കെട്ടിടം. ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്കിനി, ഞാൻ റൂം എടുത്തിരിക്കുന്നത് ഇവിടെ അല്ല, കുറച്ച് മാറിയിടാം പറയാവേ. ആദ്യം എന്തെങ്കിലും പോയി ചായ എന്തെങ്കിലും കുടിക്കട്ടെ, വിശക്കുന്നു. അപ്പോൾ ഇതാണ് പട്ടാൻകോട്ട് എന്ന് പറഞ്ഞ പഞ്ചാബിലെ ഒരു സ്ഥലം. ഹിമാചൽ പ്രദേശിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പട്ടാൻകോട്ട് എന്ന് പറയുന്നത്. ഞാൻ റൂം എടുത്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശാണ്. അതായത് ഇവിടെ നിന്ന് തൊട്ടടുത്ത, ഇവിടെ നിന്ന് 20 മിനിറ്റ് മാറി ജസൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് ഈ കംഗ്രാവാലി റെയിൽവേ ഉണ്ടല്ലോ, ടോയ് ട്രെയിൻ ഞാൻ പറഞ്ഞില്ലേ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂർപൂർ റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അത് ശരിക്കും പട്ടാൻകോട്ടിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, കാരണം അടുത്ത വീഡിയോ പറയാം. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു റൂം നോക്കിയാൽ അടുത്താണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു മണാലിക്ക് പോകുന്ന ഒരു ബസ്സോ അല്ലെങ്കിൽ ധർമ്മശാലയ്ക്ക് പോകുന്ന ഒരു ബസ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ജസൂറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നൊരു അരമണിക്കൂർ എന്തോ ഉള്ളൂ, അധികം ദൂരമൊന്നുമില്ല. ഇവിടെ രാവിലെ ഒരു കടയിൽ കയറി പൂരി സബ്ജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കടകളാണ്. പക്ഷെ നല്ല ഫുഡ് കിട്ടും കേട്ടോ, പഞ്ചാബ് അല്ലേ. ഞാൻ പൂരി സബ്ജി പറഞ്ഞു, പുള്ളി എനിക്ക് ആലു പറാട്ട കൊണ്ട് തന്നെ. എന്തേലും ആവട്ടെ, കൊള്ളാം കേട്ടോ. ആലു പറാട്ട, പിന്നെ എന്തോ ഒരു കറി, പിന്നെ ഇതെന്താ സംഭവം, റാഡിഷാണോ എന്തോ ഒരു സാധനം. കൊള്ളാം. സമയമുള്ളതുകൊണ്ട് ഇവിടെ സ്റ്റേഷനിൽ പിന്നെ വന്നതാണ്. എനിക്ക് അവിടെ റൂമിൽ കയറാൻ പറ്റുന്ന 12 മണിക്കേ ഉള്ളൂ. 12 മണി ചെക്കിൻ ടൈം. അപ്പോൾ ഇവിടെ നിന്ന് അരമണിക്കൂറിലേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി ഉണ്ടല്ലോ, നേരത്തെ കാണിച്ചില്ലേ ഇവിടെ ഈ സോംനാഥ് എക്സ്പ്രസ് കിടക്കുന്നേ, ഈ വണ്ടി ഇവിടെ പട്ടാൻകോട്ടിലെ ഷോർട്ട് ടേമിനേറ്ററാണ്. അവിടെ വിടുവാണ്. അതായത് ജമ്മു താവി പോകുന്ന വണ്ടികളിൽ ഈ വണ്ടിക്ക് ഇവിടെ പട്ടാൻകോട്ട് കയറി ഇതുപോലെ ചർച്ച പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അത് ഇവിടെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുക കുറച്ച് ദിവസത്തേക്ക്. കാരണം അവിടെ ജമ്മു താവി സ്റ്റേഷനിൽ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്ന കാരണം അവർ കുറച്ച് വണ്ടികളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇവിടെ പട്ടാൻകോട്ട് വരെ സർവീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പട്ടാൻകോട്ടിൽ നിന്ന് ഗാന്ധിനഗറിലേക്ക് പോവാണ്. ജമ്മു തവി ഗാന്ധിനഗർ എക്സ്പ്രസ് എന്നാണ് പോകുന്നത്. അപ്പോൾ അതിവിടെ പട്ടാൻകോട്ട് ഷോർട്ട് ടെർമിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിനിപ്പം ഇവിടെ നിന്ന് പുറപ്പെടുക അതിൻ്റെ ഡിപ്പാർച്ചർ ടൈമിൽ നിന്ന്.
വട്ടുവ ഷെഡിന്റെ ഒരു WP4 ആണ് ഇതിന്റെ ലോക്കോ. ഇത് നാളെ ഉച്ചയ്ക്ക് ഈ വണ്ടി ഗാന്ധിനഗർ എത്തുന്നത്. ഇത് ഡൽഹി വഴിയൊന്നുമല്ല ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടി പോകുന്നത് ഇവിടുന്ന് പഞ്ചാബ് മൊത്തം കറങ്ങിയാ പോകുന്നത്. അതായത് ഇവിടുന്ന് ഈ വണ്ടി മറ്റേ ഫിറോസ്പൂർ, ബട്ടിണ്ട, ഹനുമൻഗഡ്, പിന്നെ അവിടെ നേരെ രാജസ്ഥാൻ കയറി അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. ഇത് ഡൽഹി ഭാഗത്തൊന്നും പോകത്തേ ഇല്ല. ഇവിടത്തെ ലൂപ്പ് സ്പീഡ് 8 കേട്ടോ, ചുമ്മാ അല്ല. നമ്മള് നേരത്തെ ദൗളാദർ എക്സ്പ്രസിന് ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഭയങ്കര സ്പീഡ് കുറവല്ലായിരുന്നോ? 8 kmph ഇവിടുത്തെ സ്പീഡ് കണ്ടോ, എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഞാനൊരു മങ്കി ക്യാപ്പ് വാങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തില്ലായിരുന്നു, വലിയ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാ. ഈ ചെവിക്കകത്തൊക്കെ തണുപ്പിടിച്ചാലേ പണി കിട്ടും. അതുകൊണ്ടൊരു ചെറിയൊരു ക്യാപ്പ് വാങ്ങി. അപ്പോൾ ഇത് നമ്മളുടെ ബസ് കയറാൻ വന്നിരിക്കുക. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേര് മഹാറാണ പ്രതാപ് ISBT ബസ് സ്റ്റാൻഡ് എന്നാണേ. വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മണാലി, ധരംശാല, പിന്നെ ബൈറ്റ്സ്നാർ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഏലും വണ്ടിയിൽ നമുക്ക് കയറിയാൽ മതി. എവിടെ പോകാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. നമ്മൾ പോകുന്ന സ്ഥലം ജസൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്നൊരു 20 മിനിറ്റേ ഉള്ളൂ. കണ്ടോ അതിൻ്റെ പേരുണ്ടോ, മഹാറാണ പ്രതാപ് ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ പട്ടാൻകോട്ട്. അപ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് ബസ്സാണ് തോന്നുന്നു കൂടുതലുള്ള, പ്രൈവറ്റ് ബസ്സും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഏലും ബസ് നോക്കി കയറണം. ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് കണ്ടോ, ഇതെങ്ങോട്ട് പോകുന്നു? നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിൽ കയറാം കേട്ടോ. ചമ്പ പോകുന്ന ബസ്സാണ്, നമ്മൾ പോകുന്ന സ്ഥലത്തേക്കല്ല, വേറെ ഒരു സ്ഥലമാണ്. ഈ ബസ് പോകുന്നുണ്ടോ? ഈ ബസ് പോകും ജസൂർ, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കയറാം കേട്ടോ. ഇത് ഹിമാചൽ പ്രദേശിലെ പാലംപൂരിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ജസൂർ പോകുന്നത്. നമ്മൾ മാറിക്കയറിയില്ല, ഇത് ജമ്മു പോകുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ NH44 പോയി കയറും. ഇവിടെ നിന്ന് 50 രൂപയാണ് ജസൂർ പോകാൻ വേണ്ടി വാങ്ങിച്ചത്. ജസൂർ പോകുന്ന റൂട്ടിലൊന്നുമല്ല നമ്മളിപ്പോൾ പോകുന്നത്, നമ്മൾ ആ ജമ്മു പോകുന്ന റൂട്ടിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് NH44ലാണ്, അതായത് കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെ പോകുന്ന ഹൈവേ. എന്തല്ലേ നമ്മൾ ആ ഹൈവേ അടുപ്പുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് ജസൂർ ഭാഗത്തേക്ക് പോകുന്നത്. ഇടെല്ലാം പറമ്പിയില്ല കേട്ടോ വണ്ടി. ഞാൻ ഈ വഴിയൊക്കെ വണ്ടി പിടിച്ചിട്ടുണ്ട്. INB ട്രിപ്പ് പോകാൻ നേരത്ത് തിരുവട്ടേക്കൂടൊക്കെ ഞാൻ വണ്ടി പിടിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. നല്ല ഹൈവേ, നല്ല വെച്ച് പറപ്പിക്കുക വണ്ടി. അവിടെ നിങ്ങൾക്ക് മിലിറ്ററിയുടെ ഒരു ട്രെയിൻ കാണുന്നുണ്ട്. ഇത് പട്ടാൻകോട്ട് കണ്ടോൺമെന്റ് സ്റ്റേഷൻ ആ ഭാഗമാണ്. നോക്കിയേ, ആ മിലിറ്ററി ട്രെയിനിന്റെ മുകളിൽ ഈ പട്ടാളക്കാരുടെ മറ്റേ അവരുടെ ട്രക്കും സംഭവങ്ങൾ, ടാങ്ക് വരെ ഉണ്ടായിരുന്നു. അത് പുറകിലായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴേക്ക് പാസ്സായി. ഇവിടെ നിർത്തിയപ്പോൾ ഞാൻ കാണിച്ചു കണ്ടോ, അതൊരു മിലിറ്ററി ട്രെയിനാണ്. അതെങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടേക്ക് കണ്ടോ, പട്ടാളക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മളങ്ങനെ ഇവിടുന്ന് പठानकोट നിന്ന് മണാലിക്ക് പോകുന്ന ഹൈവേയിൽ കയറി. ഇവിടുന്ന് 312 കിലോമീറ്റർ ഉണ്ട് മണാലിക്ക്, ആ ഹൈവേ ആണത്. അപ്പോൾ ഈ ഹൈവേ കൂടെയാണ് നമ്മൾ ഈ ജസൂറിലേക്ക് പോകുന്നത്. ഇഷ്ടംപോലെ ഇന്ത്യൻ ആർമിയുടെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ പോകുന്ന വഴിക്ക്. കാരണം ഒത്തിരി ആർമി മൂവ്മെന്റ്സ് ഉള്ള ഒരു റൂട്ടും കൂടെ അല്ലേ ഇത്. ഈ കംഗ്രാവാലി റെയിൽവേയിലേക്ക് പോകുന്ന ആ ട്രാക്ക് കേട്ടോ, അതായത് പട്ടാൻകോട്ട് എന്നുള്ള ട്രാക്ക് കണ്ടോ, എന്ത് ചെറിയ ട്രാക്കാന്ന് നോക്കിയാൽ നാരോ ഗേജ് കേട്ടോ. നമ്മളങ്ങനെ ഹിമാചൽ പ്രദേശിൽ കയറി കേട്ടോ. നമ്മൾ പഞ്ചാബിൽ ഇപ്പം നേരെ ഹിമാചൽ പ്രദേശിൽ കയറി. അപ്പോൾ ഇവിടെ ഒരു ഗാർഡ് സെക്ഷൻ പോലൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി കയറ്റമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. നമ്മുടെ ഹോട്ടലെത്താൻ ഇനി 24 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മളങ്ങനെ ആ ജസൂർ എന്ന സ്ഥലത്തിന് മുമ്പായിട്ട് നമ്മുടെ ഹോട്ടലുള്ള സ്ഥലത്തിന് ഏകദേശം അടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ബസ്സോട് പറഞ്ഞപ്പോൾ പുള്ളി നിർത്തി തന്നു എന്തോ ഭാഗ്യത്തിൽ. ഇവിടെ മൊത്തം ഹൈവേ വർക്ക് കിടക്കുക. നമ്മൾ വരാൻ നേരത്തെ ഹൈവേ മൊത്തം പണിത് കഴിഞ്ഞാണ്. പക്ഷേ ഈ ഭാഗത്തുനിന്ന് ഹൈവേ മൊത്തം ആയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് പഞ്ചാബിൽ നിന്ന് അവിടെ പട്ടാനക്കോട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ അടുത്താണ് മറ്റേ ടോയ് ട്രെയിനൊക്കെ ഉള്ളത്. ആ ടോയ് ട്രെയിനിന് ഞാൻ ഈ വീട്ടിൽ തന്നെ പറയാം എന്താ സംഭവം എന്ന്. നമുക്ക് ഈ റോഡിൻ്റെ എന്താണ് ആ ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്കൊക്കെ കാണാം. നാരോ ഗേജ് ട്രാക്കാണ്. അപ്പോൾ ഈ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് കംഗ്രാവാലി റെയിൽവേ എന്നാണ്. അതായത് പട്ടാൻകോട്ടിൽ നിന്ന് ഹിമാചൽ പ്രദേശിലെ ജോഗീന്ദർ നഗർ എന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു ടോയ് ട്രെയിനാണ്. പണ്ട് മുതലേ ഉള്ളതാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതലേ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ കറണ്ട്ലി ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഈ ഒരു ടോയ് ട്രെയിൻ ആരംഭിക്കുന്നത് ഇവിടെ അടുത്തുള്ള നുർപൂർ റോഡ് എന്നൊരു സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ നുർപൂർ റോഡിൽ നിന്ന് ഇപ്പോൾ ജോഗീന്ദർ നഗർ വരെയാണ് ഈ ഒരു ടോയ് ട്രെയിൻ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോയ് ട്രെയിൻ ഇപ്പോൾ പട്ടാൻകോട്ടിലേക്ക് പോകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ 2022 ഇവിടെ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാൻഡ് സ്ലൈഡിൽ ചക്കി നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ഈ കാണുന്നതാണ് ചക്കി നദി. ആ പാലം കണ്ട, ആ പൊളിഞ്ഞ് കിടക്കുന്ന പാലം ആ ടോയ് ട്രെയിനിൻ്റെ പാലമായിരുന്നു. അപ്പോൾ ആ പാലം ആ ഫ്ലഡിൻ്റെ സമയത്ത് ഒലിച്ചു പോയി മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പട്ടാൻകോട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ട്രെയിനിന്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ കുറേ മാസങ്ങളോളം ഇത് അടഞ്ഞു കിടക്കുകയാണ്. ലാസ്റ്റ് ഇവർ ട്രെയിനും എഞ്ചിനൊക്കെ ട്രക്ക് വഴി ഇവിടെ കൊണ്ടുവന്നാണ് ഇവിടെ നിന്ന് ഇപ്പം കറൻറ്റ്ലി ഈ ട്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പോരെ ഇതിന് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് ബൈജ്നാഥ് പെപ്പറുള്ള സ്റ്റേഷൻ ഉണ്ട്. അങ്ങ് നമ്മൾ ഈ മല കയറി പോകുമ്പോൾ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോ എല്ലാം പറയുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു വഴി കൂടെ വേണം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി. കാരണം ഇതൊരു ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുക. താഴെ കൂടെ റോഡാണ്. ആ റോഡ് അവർ പണിയുന്നേ ഉള്ളൂ. ഹോട്ടൽ നല്ല സെറ്റപ്പാന്ന് തോന്നുന്നു. കണ്ടിട്ട് നോക്കാം. നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ തന്നെ ഇതാണ്. രാജാക്ക ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൻ്റെ പേര്. ഇത് ഗോയബീബ് നോക്കി കണ്ടുപിടിച്ചതാണ് കേട്ടോ. സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു. മുന്നിലൊരു പഴയ അംബാസഡർ കാറിൻ്റെ പകുതിയോ സംഭവം കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ ജസൂറിൽ ഇന്ന് നിൽക്കുന്ന മുറി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഞാൻ ആരാന്ന് അടുത്ത വീട്ടിൽ പറയാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഈ മുറിക്ക് 1450 രൂപയാണ്. നല്ല അടിപൊളി മുറിയാണ്. നല്ല ഹോട്ടലാണ്. ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വാഷ്റൂം ഒന്ന് നോക്കാം. വാഷ്റൂം സെറ്റപ്പാണ്. വാഷ്റൂം ഇത് കൊള്ളാമല്ലോ. അടിപൊളി. കീഴിലെ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട്. കൊള്ളാം എന്തായാലും. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നമ്മുടെ ദില്ലിയിൽ ദൗളാദ്ര എക്സ്പ്രസ്സിന് കയറി പട്ടാൻകോട്ട് വന്നൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ യാത്രയുടെ അപ്ഡേറ്റ്സ് ഒക്കെ, ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ഫോളോ അടിച്ചാൽ മതി. ലൈവ് അപ്ഡേറ്റ്സും കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കംഗ്രാവാലി റെയിൽവേയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പഞ്ചാബ് മെയിൽസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.